23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 5 വന്നിട്ടുണ്ട്. 23 ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 1-2 ആകുമ്പോഴത്തേക്ക് അത് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഇവർ മറ്റേ ഈ MDMA പോലുള്ള സംഭവങ്ങൾ ജ്യൂസിനകത്ത് കലക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഡൻസിയിലാണ് നമ്മളിത് നിൽക്കുന്നത്. ഉപദ്രവിക്കുന്നുണ്ട്. സെക്സ് എന്നൊക്കെ പറയുന്നത് സാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവർ പല രീതിയിലും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലും പലയിടത്തും പല ഈ സെക്സ് വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ആ രീതിയിൽ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. മറ്റുള്ള പാകിസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല, മലയാളികൾ മാത്രം. ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരാണെങ്കിലും മലയാളികളാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായത്. രഞ്ജു, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ പറ്റിയ ജീവിതത്തിൽ ആകെപ്പാടെ മുഖമൊക്കെ വല്ലാതിരിക്കും? എന്തൊരു ഞാൻ നല്ലൊരു ജോലിക്ക് വേണ്ടി ദുബായി പോയതാണ്. പക്ഷെ ചെന്ന് വിട്ടത് സെക്സ് റാക്കറ്റിലായിരുന്നു. എന്ത് ജോലിക്ക് കൊണ്ടുപോയത്? അവിടുന്ന് എന്നോട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നത് സെക്സ് റാക്കറ്റിലായിരുന്നു വിട്ടത്. സെക്സ് റാക്കറ്റ് പെട്ട് അതെ. എത്ര നാൾ അവിടെ നിന്നു? ഞാനൊരു 1.5 വർഷത്തോളം നിന്നു. പക്ഷെ 1.5 വർഷത്തോളം അതിനകത്തൊരു 4 മാസത്തോളമാണ് അവിടെ സെക്സ് റാക്കറ്റിൽ എനിക്ക് പെടേണ്ടി വന്നത്. വല്ലാത്ത കഷ്ടമല്ലേ. പക്ഷെ തുറന്നു പറയുന്ന കാണിച്ച ധൈര്യം എങ്ങനെയാണ്? ഇപ്പം അതൊന്നും പ്രശ്നമില്ലയോ? തുറന്നു പറയുകയാണോ? തുറന്നു പറയുകയാണ്. കാര്യം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ടും ആരെങ്കിലും എന്നെ ഇതൊന്നും പുറലോകത്തെ അറിയിക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ കരുതി. പക്ഷേ ഇത് അതിനുവേണ്ടി ഇത്രയും സമയം ഞാൻ കൊടുത്തത്. പക്ഷേ ഇല്ല, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ സ്വയമേ വന്നിട്ട് ഇപ്പം പുറലോകത അറിയാൻ വേണ്ടി തന്നെ സംസാരിക്കുന്നത്. ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ദുബായിലോട്ട് പോകുന്ന കാര്യം തന്നെ ചിന്തിക്കുന്നത് തന്നെ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മളാരും ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഉൾപ്പെടെ ഇതിനകത്ത് പെൺപിള്ളേരെ കൊണ്ടുപോയിട്ട് കുടുക്കി പൈസ ഉണ്ടാക്കുന്ന ഒരു വലിയ റാക്കറ്റിനാണ് മനസ്സിലാക്കിയത്. ഇത് ഏറ്റവും കൂടുതൽ മലയാളീസാണ്. മൊത്തം മലയാളീസാണ് കൂടുതലും. അപ്പൊ എന്തായാലും 4 മാസത്തോളം ശരിക്കും ഒരു ജീവിതം വെളിച്ചം കാണാത്ത ജീവിതമായിരുന്നു അല്ലേ? എന്താ അവിടെ സംഭവിക്കുന്നത്? അത് അവിടെ ചെന്ന് ആദ്യ ദിവസം നമ്മളെ അവിടുന്ന് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ ആദ്യം ആ റൂമിലൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ തരും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പിറ്റേ ദിവസം പറയും രാവിലെ എഴുന്നേക്കണം, ജോലിക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ആദ്യം പറയും ആ റൂമിൽ ക്ലീൻ ചെയ്യണം, ഈ റൂം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇതൊരു ആയുർവേദ മസാജ് പോലത്തെ സംഭവത്തിൽ ചെന്ന് കയറുന്നത് ഹോട്ടലിൻ്റെ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പറയും ഇന്നതൊക്കെയാണ്, ഇന്നതുപോലെ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന് പറയും. എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരച്ചിട്ടുണ്ട് തന്നെ, അടിച്ചിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു രീതിയിൽ നമ്മൾ പുറത്തു പോകാത്ത രീതിയിലാണ് അവരെന്നെ അവിടെ കുരുക്കിട്ടിരുന്നത്. ഇത് ആദ്യത്തെ കസ്റ്റമർ വരുന്ന ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ്? മലയാളീസാണോ വന്നത്? മലയാളീസാണ് ആദ്യം വന്നത്. അപ്പം പുള്ളിക്കാരൻ ഞാൻ അത് ചോദിച്ചു എന്താ ചേട്ടാ. അപ്പോൾ കുറേ ഓയിലും കാര്യങ്ങളൊക്കെ എടുപ്പുണ്ട്. അത് മസാജ് അതെല്ലാം ഒരു 45 മിനിറ്റ് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറെ ഞാൻ പറഞ്ഞു വേറെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, മസാജിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം എന്നോട് ചോദിച്ചു മൂക്കൊന്നും അറിയത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മസാജ് മാത്രമല്ല നടക്കുന്നത്, അതിനപ്പുറം വേറെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലും അറിയുന്നത്. അപ്പോൾ അങ്ങനെ അയാൾ ഉപയോഗിച്ചു. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പെട്ടുപോയെന്ന് മനസ്സിലായത്. പിന്നെ ദിവസങ്ങൾ ഇത് തന്നെയായിരുന്നു. ഈ വരുന്നവർക്ക് യാതൊരു മനസാക്ഷിയില്ല. കൂടുതൽ എങ്ങനെയുള്ള ഭാഷക്കാരെ വരുന്നത്? ഏത് ഭാഷക്കാർ? മലയാളികൾ ഏറ്റവും കൂടുതൽ. അവിടെ മറ്റുള്ള പാകിസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല, മലയാളികൾ മാത്രം. ഇത്രയും മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണെങ്കിലും മലയാളികളാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത ഒരാൾ വിട്ടുപോയി, നമ്മുടെ അവസ്ഥ പറയുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ടാണെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടോട്ട് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇന്ന ആളാണെന്ന് മനസ്സിലാകും. അതുപോലും അന്വേഷിക്കാതെ അതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ നാട്ടിൽ നിന്നിട്ട് ഓരോ കെട്ടിടങ്ങളും മറ്റതും എല്ലാം ഇവരുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കുന്നത്. ഓരോ പെണ്ണുങ്ങളുടെ മാനം വിട്ടിട്ടാണ് അവരിങ്ങനെയൊക്കെ ജീവിക്കുന്നത് തന്നെ. ശരിക്കും പറയും ഒരു ദിവസം എത്ര ആൾക്കാർ വരും? അവിടെ 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 5 വന്നിട്ടുണ്ട്. 23 ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 1-2 ആകുമ്പോഴത്തേക്ക് അത് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഇവർ മറ്റേ ഈ MDMA പോലുള്ള സംഭവങ്ങൾ ജ്യൂസിനകത്ത് ഫുഡ് ഉണ്ടാക്കി തരുന്നതല്ല ഇവരാണ്, നമ്മളല്ല ഫുഡൊന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിനകത്ത് കലക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഡൻസിയിലാണ് നമ്മളിത് നിൽക്കുന്നത്. അപ്പം ഈ 23 വരെ വന്നെന്ന് പറഞ്ഞാൽ 23 വരെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അത് പല ആൾക്കാരും നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ആ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നമുക്കൊരു ആശ്വാസം തന്നു ഇരുന്നിട്ട് പോയ ആൾക്കാരാണ് ഇത് കൂടുതലും ഉണ്ടായിരുന്നു. അല്ലേ? വന്നിട്ട് ആ അവസ്ഥ കണ്ടപ്പോൾ തിരിഞ്ഞു പോയവരുണ്ട്. യാതൊരു മനസാക്ഷി ഇല്ലാത്ത മൃഗത്തെ പോലെ പെരുമാറുന്നവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അതും മലയാളീസ്. അതാണ് എനിക്ക് സങ്കടം. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം അതാണ്. അത്രയും നാൾ എന്തുകൊണ്ട് നാട്ടിൽ ഒന്ന് അറിയിച്ചില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നും മറ്റുള്ളവർ ചോദിക്കുമ്പോഴും ഞാൻ പറയാൻ വേണ്ടി ഞാൻ കഥച്ചിരുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ അവിടെ ഉണ്ടല്ലോ, അവർ രക്ഷിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതൊക്കെ എൻ്റെ വെറും തെറ്റായ ചിന്തയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായത്. ഈ വരുന്നവരോടൊക്കെ പറയുന്നുണ്ട് ഇന്നടുത്താണ് നാട് വരുമ്പോൾ തന്നെ അവർ ചോദിക്കും എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പേരൊക്കെ മാറ്റും അവർ, വേറെ
പേരൊക്കെ ഇട്ടിരുന്നത്. അപ്പം ഞാൻ എൻ്റെ എൻ്റെ പേര് ഇന്നതാണ് ഇന്ന നാടാണെന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്നത് വരുന്നതുകൊണ്ടല്ല, അങ്ങനെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്നൊരു വിശ്വാസം കണ്ട. പക്ഷേ ഒന്നുമില്ല. ഈ ഇതിന്റെ നടത്തിപ്പുകാരെ കണ്ടിട്ടുണ്ടോ? മുതലാളിമാരോട്ട് എനിക്കറിയാം, കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വൈകുന്നേരം ഇവർ പൈസ വാങ്ങാൻ വരുമ്പോൾ ഇവർ അകത്തോട്ട് കയറത്തില്ല. കാര്യം ഈ ഫ്ലാറ്റ് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവർ ഏതെങ്കിലും രീതിയിൽ പെടുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. കാര്യം നമ്മൾ ഉപയോഗിച്ച റൂമിൽ വരെ ഇവർ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കരുതിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പേടിക്കാനോ പോയി ആത്മഹത്യ ചെയ്യാനോ ഞാൻ നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ഭീരുക്കളാണ്. അവർ നാളെ പിടിക്കപ്പെടുന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പം അവർക്ക് നമ്മുടെ അടുത്ത് മേലെടുത്തുകൊണ്ട് ചാർത്താൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഓരോരോ ഇതാണ് അവർ ഈ ക്യാമറ പകർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ ഞാൻ പേടിക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ഇയാൾ കാണിച്ചോ തന്നെ ഞാൻ പറയും. കാര്യം എനിക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് കാണേണ്ട പലരും കണ്ടിട്ടുണ്ട്. അതിന് പുറലോകം അങ്ങനെ കാണുന്നെങ്കിൽ കാണട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ നാട് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, അത്ര ഞാൻ ചിന്തിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് വിൽക്കുകയാണ് ചെയ്തത്, നല്ല പൈസക്ക് നിങ്ങളെ വിൽക്കുകയാണ്. അതെ. അപ്പോൾ നിങ്ങൾക്കുള്ള ശമ്പളം എങ്ങനെയായിരിക്കും? എനിക്ക് പൈസ തന്നിട്ടൊന്നുമില്ല, എൻ്റെ ഒന്നും അല്ല. അവിടെ എനിക്ക് ഓരോരോ ഏജന്റുമാരാണ്, ഈ ഏജന്റുമാരാണ് നമ്മളെ ഓരോരുത്തർക്ക് കൊണ്ടുവിടുന്നത്. പിന്നീടാണ് അറിയുന്നത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർക്കും ജോലിക്ക് വേണ്ടി നമ്മളിങ്ങനെ കൊണ്ടുവിടത്തില്ല, അങ്ങനെയാണ്. പക്ഷേ പിന്നീട് മനസ്സിലായത് ഓരോ ഏജന്റുമാരെ ഉൾപ്പെട്ടുള്ള കളികളാണെന്ന്. ആദ്യം ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ജോലികളൊന്നും ആദ്യമേ ചെയ്തിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്കില്ലായിരുന്നു. ഓരോ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്? അതെ അതെ. ഓരോരുത്തർ കൂടെ വിടുന്നുണ്ടോ? കൊണ്ടുപോകുന്നുണ്ടോ പുറത്തോട്ട്? ഉണ്ട്. വ്യക്തികൾ കൂടെ കൊണ്ടുപോകും. എത്ര ദിവസം വരെ ഒരാളോട് നിൽക്കും? ഒരു ദിവസമൊക്കെ നിൽക്കും. അതിന് പ്രത്യേകം പൈസ ആയിരിക്കും. അതെ, അത് നമ്മളല്ല തരുന്നത്, ഇതിന്റെ ഈ ഏജന്റുമാരയിലാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഒരു വീടെടുത്തിട്ട് അതിന് ഗേറ്റ്മാൻമാർ അങ്ങനെ ഓരോരുത്തർ ഇവർ നിയമിച്ചിട്ടുണ്ട്. ഓരോരോ ജോലിക്കാരെ ഫുഡ് വെക്കാൻ വേണ്ടി ഓരോരുത്തർ, ഇന്ന ആൾ വരുമ്പോൾ ഇന്ന ആളെ കയറ്റാൻ വേണ്ടി, താഴെ കസ്റ്റമർ വരുമ്പോൾ അവരെ പോയി വിളിച്ചുകൊണ്ട് വരാൻ ഓരോ ആൾക്കാർ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് രക്ഷപ്പെടാത്ത മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആദ്യമേ ഇവിടെ വിളിച്ച് എൻ്റെ അനിയത്തോട് പറഞ്ഞതായിരുന്നു. പക്ഷേ അവളും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഞാൻ കള്ളം അങ്ങനെ ഒരു ചെന്ന് പെടുമെന്നുള്ളൊരു വിശ്വാസം അവൾക്കും ഇല്ല. അവളിനി ഞാനിനി എന്തെങ്കിലും മോശം വരണ്ട അങ്ങനെ പ്രതികരിക്കുകയാണോ എന്ന തരത്തിൽ അവരെന്താ ചിന്തിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ അവളോട് ഞാൻ എൻ്റെ അനിയത്തോട് ആദ്യമേ ഞാൻ അറിയിച്ചതായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആരും ഒരു രക്ഷിക്കാൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശേഷമാണ് ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ ജീവൻ ആദ്യമേ നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് നിലനിർത്തിയാൽ മാത്രമേ എനിക്കിത് പുറലോകത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് എല്ലാം ഞാൻ പറയുന്ന പോലെ കണ്ണടച്ച് മിണ്ടാതെയൊക്കെ നിന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നൊരവസ്ഥ വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ തളർന്നു. എൻ്റെ ശരീരം കൊണ്ടാണെങ്കിലും ഞാൻ വയ്യാതായതിനു ശേഷമാണ് ഉപദ്രവിക്കുന്നുണ്ട്. സെക്സ് എന്നൊക്കെ പറയുന്നത് സാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവർ പല രീതിയിലും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലും പലയിടത്തും പല ഈ സെക്സ് വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ആ രീതിയിൽ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ പലതും ഉണ്ട്. നിന്ന് കൊടുക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങി ഓടാനും ഒന്നും പറ്റില്ല. അതിൻ്റെ മെയിൻ കീ തന്നെ അതിൻ്റെ ഗേറ്റ്മാൻ്റെ കയ്യില്ല. ആ ഫ്ലാറ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു ഷോപ്പിൻ്റെ ആണെങ്കിൽ മെയിൻ കീ തന്നെ അവർ ഡോർ തുറന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അവരവിടെ തല്ലിക്കൊന്ന് അവിടെ കാണും ചുരുട്ടിക്കൂട്ടിട്ട് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. കാര്യം അത് ഉറപ്പെന്ന് പറയാൻ അത്രയും ഞാൻ ഉറപ്പ് പറയാൻ കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു സെക്സ് റാക്കറ്റ് ആ ദുബായ് നടന്നിട്ട് പോലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ എതിർത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അതിനെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും ഒരു മൂല ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയും? ആരും അറിയത്തില്ല. അത്രയും ഞാൻ ചിന്തിച്ചോളൂ. എനിക്കത് ലക്ഷ്യമായിരുന്നു. നാളെ ആണെങ്കിൽ കുറച്ച് നാൾ വൈകുകയാണെങ്കിലോ നാലാളെ അറിയിക്കുക എന്നുള്ളത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം 2 ദിവസം മുമ്പാണെങ്കിലും ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരുപാട് അവിടെ കുറേ പെമ്പിളാരെ കണക്ഷൻ ഉണ്ടായിരുന്നു. ആ നമ്പറൊന്നും ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. അവരെന്നോട് വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ അവിടെ പോകാൻ അവർ വിളിച്ചിട്ടുണ്ട്, ഇവർ പോകാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും ഇത് കൂടിക്കൊണ്ട് വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോകാൻ വേണ്ടല്ല. ഇത് എന്തായാലും നമുക്ക് പോലീസിനാണെങ്കിലും തെളിവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേണമല്ലോ. ആ ഒരു കാര്യം വെച്ചാണ് ഞാനിതെല്ലാം കൈവച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അല്ല, മുഖം പോലും മറയ്ക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ മറന്നു നിന്ന് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുവരുത്തുന്ന കാലം ഞാൻ എൻ്റെ മുഖം മറയ്ക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഒരിക്കലും എൻ്റെ നിവർത്തികൾ കൊണ്ടുമാണ് എൻ്റെ സാഹചര്യം. അപ്പം എനിക്കൊരു എൻ്റെ അമ്മ അച്ഛനും ഉപരി എനിക്കൊരു മോളും ഒരു മോനും ഉണ്ട്. അവരെ വളർത്തുക എന്ന് ഞാനില്ലാതായി കഴിഞ്ഞാൽ നാളെ ഈ ഒരു അവസ്ഥ അവർക്കും വരാം. ആ ഒരു പേടിയാണ് എന്നെ ഇങ്ങനെ ഇവിടെ മേലെ എത്തിച്ചേർത്തിയേക്കുന്നത്. എന്താ ഇനി പറയാനുള്ളത്? ഇങ്ങനെ പെട്ടുകിടക്കുന്ന എല്ലാവരും മനസ്സറിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ല അവിടെ. ആ ഒരു നാടെന്ന് വെച്ചാൽ അത്രയ്ക്കും മഹത്വമുള്ളൊരു നാടാണ്. ആ നാട്ടിലെ പോലീസുകാരാണെങ്കിലും നിയമമാണെങ്കിലും ഒരു പെണ്ണിന് ഏത് സമയത്തോടെ ഇറങ്ങി നടക്കണമെങ്കിൽ ആ നാട്ടിലെ ആ മനുഷ്യർ അത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ ആ ഒരു സംഭവം രക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് പുറത്ത് ഇങ്ങനെ അലഞ്ഞി നടക്കുമായിരുന്നു. കാര്യം എവിടെ ചെന്നും ഞാനൊരു അഭയം ചോദിക്കുമ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കിടക്കാവോ മറ്റും പലതുമാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് എൻ്റെ ആ ഒരു രീതികൾ
വന്നിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ എന്താ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ത്യൻ എംബസിയിലൊക്കെ അറിയിക്കുകയും അങ്ങനെ അവിടുത്തെ എന്താ അജ്മാൻ പോലീസൊക്കെ വന്ന് എന്നെ അവിടുന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത്രയും ആ മര്യാദ മാന്യത പോലും നമ്മുടെ കൂടെ നിന്ന് ആൾക്കാർ പോലും കാണിച്ചില്ല. ചേട്ടന് കാണാൻ പറ്റും, നമ്മുടെ യൂട്യൂബിലൊക്കെ വാർത്ത ഇടാം, അതിനകത്ത് ആ മലയാളികളൊക്കെ എന്നോട് സംസാരിക്കുന്ന രീതികളൊക്കെ കാണും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു തെളിവ് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തില്ല. പക്ഷേ അതിലും വളരെ മാന്യമായിട്ടാണ് ആ അജ്മാൻ പോലീസ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആഹാരവും കാര്യങ്ങളും തന്നിട്ട് എന്നെ അവിടുന്ന് വേണ്ട രീതിയിൽ നാട്ടിലെത്തിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു യുവതിക്ക് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവരുത്.